റേഞ്ച് ഇല്ലെന്നാ തോന്നുന്നേ. കോൾ പോകുന്നില്ല. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിന്റെ പുറത്തിറങ്ങി നോക്കാം. ചിലപ്പോ അവിടെ റേഞ്ച് ഉണ്ടെങ്കിലോ? ആ അത് ശരിയാ, പുറത്ത് റേഞ്ച് വേണം. വാ. പോകാം. എന്റെ കാര്യങ്ങൾ ഇടപെടാൻ നിങ്ങളാരാ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. നിങ്ങളുടെ ആരുടെയും ചെലവിലല്ലല്ലോ ഞാൻ. ആണോ? ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലാതെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ ഒരാളെ ഞാൻ അനുവദിക്കില്ല. എന്താ സത്യ? ദേ പപ്പി, ഈ നിൽക്കുന്നതാ കാർത്തികാന്റെ കല്യാണം കഴിക്കായിരുന്ന അങ്കിള്. ഉറപ്പായിട്ടും? അമ്മയുടെ ഫോണിൽ ഇപ്പോഴും ഫോട്ടോ ഉണ്ട്. എവിടെയെങ്കിലും വെച്ച് കണ്ടാ കാർത്തികാന്റിയെ കുറിച്ച് പറയാൻ അമ്മ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാ. എന്നാ നമുക്ക് ചെന്ന് ഇന്ന് കാർത്തികാന്റിയുടെ കല്യാണമാണെന്ന് പറഞ്ഞാലോ? അത് പറയാം, ഫോൺ ചെയ്ത് കഴിയട്ടെ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി എൻ്റെ കാര്യങ്ങൾ ഇടപെടരുത്. എൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ ചെയ്യരുത്. നല്ല ദേഷ്യത്തിലാണല്ലോ. ഇപ്പൊ എങ്ങനെയാ വിവരം ചെന്ന് പറയാ? വരട്ടെ, ദേഷ്യം കുറയുമോന്ന് നോക്കാം. കുറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? കുറഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് രണ്ടും കൽപ്പിച്ചെന്ന് പറയാം. പപ്പിയുടെ വിഷ്ണു അച്ഛന് വേണ്ടിയല്ലേ, വഴക്കിടുമെങ്കിൽ വഴക്കിടട്ടെ. ദേ പപ്പി, ആ അങ്കിൾ പോകുന്നു. അയ്യോ, അപ്പൊ എങ്ങനെയാ നമ്മൾ കാർത്തികാന്റിയുടെ കാര്യം പറയാ? പറഞ്ഞില്ലെങ്കിൽ കുഴപ്പാ. ഇനി ഒന്നും നോക്കണ്ട, നമ്മ രണ്ടുപേരും ഈ കാറിന്റെ ഡിക്കി കയറുന്നു. അങ്കിളിന്റെ ദേഷ്യം കുറയുമ്പോ നമുക്ക് കാര്യം പറയാം. ആ ഡിക്കിയിലോ? ആലോചിച്ച് നിൽക്കാൻ സമയമില്ല പപ്പി, കാർ ഇപ്പൊ പോവും. കൈതാ. പപ്പി, ശ്യാമാൻറ്റിയോട് പറയണ്ടേ? അതിനല്ലേ ഫോൺ ഇരിക്കുന്നത്. കാര്യങ്ങൾ ഫോണിൽ വിളിച്ച് പറയാം നമുക്ക്. അമ്മ ഇരിക്ക് പപ്പി. ഇതെന്റെ അമ്മായിയമ്മ ഒത്തിരി സ്നേഹത്തോടെ തന്ന സ്നേഹ സമ്മാനമാ. ഇതണിയുന്നതോടെ ഞാൻ അവിടുത്തെ മരുമകളാകുന്നു. എന്തായാലും ഹർഷൻ എന്നെ ചതിച്ച സ്ഥിതിക്ക് വിഷ്ണുവേട്ടനെ എനിക്ക് സ്വന്തമാക്കാതിരിക്കാനാവില്ല. ഈ കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം സ്വന്തമാക്കാനുള്ള യോഗം എനിക്കാണെന്ന് തോന്നുന്നു. പക്ഷേ എവിടെയെങ്കിലും വെച്ച് കാണും ഞാൻ ഹർഷനെ. അന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം എനിക്ക്. നീ എന്നെ കൈയൊഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ രാജകുമാരിയെ പോലെ കഴിയാൻ പറ്റിയതെന്ന്, സുഖലോലുപതയിൽ ജീവിക്കാൻ പറ്റിയതെന്ന്. നന്ദിയുണ്ടെന്ന് മുഖത്തെ നോക്കി തന്നെ പറയണു എനിക്ക്.
നസ്രി പറഞ്ഞതാണ് ശരി. വന്നു കയറിയ മഹാലക്ഷ്മി അല്ലിത്, എന്നെ വിളിച്ചു തന്ന മഹാഭാഗ്യമാണിത്. ഇതിന്റെ നേരെ മുഖം തിരിച്ചാൽ എന്നോട് ദൈവം പോലും പൊറുക്കില്ല. ഇന്നു മുതൽ വിഷ്ണുവേട്ടൻ്റെ ഭാര്യയാണ് ഞാൻ. അല്ല, സത്യഭാമയുടെ മരുമകളാണ് ഞാൻ. സത്യഭാമയ്ക്ക് ഏറെ ഇഷ്ടമുള്ള മരുമകൾ. അച്ഛാ, അപ്പോ ആ വിളി നീ മറന്നിട്ടില്ല. ഈ കാണാത്ത കാഴ്ചകളൊക്കെ കാണുമ്പോ കണ്ടുമടുത്ത് തന്നെ മനഃപൂർവ്വം മറക്കുന്ന രീതി ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ ഒരു ഫാഷൻ ആയതുകൊണ്ട് പറഞ്ഞതാ. ഇവളെ ഓർക്കുന്നുണ്ടോ? എന്റെ ഭാര്യ, പേര് ശൈലജ. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചെയ്ത കാര്യങ്ങൾ മായാതെ മനസ്സിൽ തട്ടിക്കിടക്കുന്നോണ്ട് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓർക്കുന്നെങ്കിൽ ക്ഷമിച്ചേക്കാം. ഇന്ന് മോളുടെ കല്യാണമാണെന്നറിഞ്ഞു. അതെ അമ്മേ, വിഷ്ണുവേട്ടനെ കൊണ്ട് സത്യം ഇന്നെന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ പോവാ. അപ്പോ ഹർഷൻ അവനെയല്ലേ നീ സ്നേഹിച്ചു എന്ന് പറഞ്ഞത്? അവനെ കെട്ടാൻ വേണ്ടിയാണല്ലോ നീ ഞങ്ങൾ തീരുമാനിച്ച കല്യാണം വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോയത്. സത്യസന്ധമായ പ്രണയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കടുത്ത തീരുമാനം മരണം. എന്നിട്ടിപ്പോ എന്തായി? ആ പ്രണയത്തിന്റെ കടുപ്പൊക്കെ തീർന്നോ? അത് അന്ന് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. ഇന്നിപ്പോ എന്നെ തേടി വന്നിരിക്കുന്ന നല്ല കാലത്ത് തള്ളി പറയല്ല വേണ്ടത്. മക്കളുടെ നല്ല ഭാവി ഓർത്ത് ആശീർവദിക്കുകയാണ് ഒരു നല്ല അച്ഛനും അമ്മയും ചെയ്യേണ്ടത്. ഞങ്ങൾ ഒരു നല്ല അച്ഛനും അമ്മയല്ലെന്ന് നീ നേരത്തെ തന്നെ വിധി എഴുതിയതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു നാടിന്റെ മുന്നിലും അവിടുത്തെ നാട്ടുകാരുടെ മുന്നിലും വെച്ച് ഞങ്ങളെ പരിഹാസപാത്രങ്ങളാക്കി നീ ഓടി രക്ഷപ്പെട്ടത്. ഇന്നെന്റെ കല്യാണമാ. ഒരു പെൺകുട്ടി ഏറ്റവും സന്തോഷവതിയായിരിക്കേണ്ട ദിവസം. എന്നിട്ട് എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയാണോ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇന്ന് തന്നെ ആയിരിക്കും. കാരണം സത്യാമ്മയുടെ സ്വത്തും ഈ ആഭരണങ്ങളെല്ലാം കണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയല്ലേ. ഇനി ഹർഷൻ തിരിച്ചു വന്നാ നീ എന്ത് ചെയ്യും? ഈ കല്യാണം നടന്ന ആ ശാലിനി മേഡത്തിന്റെ അവസ്ഥ? മറ്റൊരാളുടെ ശാപം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കല്യാണം നിനക്ക് വേണോ? അച്ഛാ, അത് പിന്നെ ഹർഷൻ മറ്റൊരു വിവാഹം കഴിച്ചെന്ന് ഇവരെങ്ങനെയാ പറഞ്ഞു ബോധ്യപ്പെടുത്തുക? ഞാനല്ല ഹർഷനെ ചതിച്ചതെന്നും ഹർഷനാണ് എന്നെ ചതിച്ചതെന്നും പറഞ്ഞാൽ അച്ഛനും അമ്മയും വിശ്വസിക്കൂ? വിഷ്ണുവേട്ടനെയും സത്യമ്മയുടെ സ്വത്തം കണ്ടിട്ട് ഞാൻ ഹർഷനെ തള്ളി പറയുകയാണെന്ന് ഇവർ പറയും. മോളെ, നീ ഒരു ജീവിതം ആഗ്രഹിച്ചത് ഹർഷന്റെ കൂടെയാ. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിലല്ലേ മോളെ വിവാഹം കഴിക്കേണ്ടത്? ഇവിടെ വിഷ്ണു അമ്മേ, ഞാനത് എങ്ങനെയാ അമ്മേ പറഞ്ഞ് മനസ്സിലാക്കുക? നിങ്ങൾ കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഹർഷൻ നീ ഒന്നും പറയണ്ട കേട്ടല്ലോ. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. സാധ്യമല്ല. ഞാൻ കരുതിയത് അച്ഛനും അമ്മയും വന്നത് മോളുടെ കല്യാണം കൂടി ചെക്കനെ പെണ്ണിനെ ആശീർവദിക്കാനാണെന്നാണല്ലോ. പക്ഷെ വിവാഹം മുടക്കാനാ വന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കേറില്ലായിരുന്നു. ഞങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാ അത് കേൾക്കാൻ ഇവിടെ ആർക്കും നേരമില്ല രാജേന്ദ്ര. ഇന്ന് 12-നും 12:30-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ എന്റെ മകൻ വിഷ്ണുവിന്റെ വിവാഹമാണ്. വധു ഈ നിൽക്കുന്ന കാർത്തിക. ഈ കാര്യം സത്യഭാമയെ തീരുമാനിച്ചിരിക്കുന്നത്. തല പോയാലും ഇത് ഞാൻ നടത്തിയിരിക്കും. ഇനി ഈ വിവാഹം നടക്കുവാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആവലാതിയാണ് ഇതിന് പിന്നിലെങ്കിൽ ദേ ഈ സത്യഭാമ ഉറപ്പ് തരിക, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിങ്ങളുടെ മകളെ ഒരാളും ഒന്നും ചെയ്യില്ല. അതിന് ഞാൻ തന്നെ ഗ്യാരണ്ടി. അതല്ല സത്യമേ ഞങ്ങൾ പറയുന്നത്. വന്ന സ്ഥിതിക്ക് കല്യാണം കൂടാം. സന്തോഷമായിട്ട്
നടത്തുന്ന എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാം. ഒടുവിൽ സദ്യ. ചടങ്ങ് നടക്കുന്നതുവരെ എതിർപ്പുകൾ ഒരുപാടുണ്ടാവും. സത്യാമ്മയുണ്ട് കൂടെ. ഈ കല്യാണം നടക്കേണ്ടത് നിങ്ങളെക്കാളൊക്കെ എനിക്കാണ് ആവശ്യം. ചിലരുടെ മുഖത്ത് നോക്കി ചിലതൊക്കെ പറയാനും പ്രവർത്തിക്കാനും ഉള്ളതാ. ഇത് നടന്നേ ഒക്കൂ. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി, ചേച്ചി, കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി, ഉണർന്നു തോന്നുന്നു. ഇനിയൊരല്പം വേദനയൊക്കെ ഉണ്ടാവും. ഉറക്കം കിട്ടാൻ പ്രയാസമാ. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി, ഇത് ഞാനാ ശ്യാമ. കുഞ്ഞേച്ചി, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അതോ വേദന എടുത്തിട്ടാണോ? പറ കുഞ്ഞേച്ചി. വേദനയുണ്ടോ? നല്ല വേദനയുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറോട് സംസാരിക്കാം. ഒരു ഇഞ്ചക്ഷൻ കൂടി എടുപ്പിക്കാം. അല്ല, എന്നെ ഇവിടെ ആരാ കൊണ്ടുവന്ന്? ആ സാറിന്റെ പേര് ഞങ്ങൾ രജിസ്റ്റർ എഴുതിയിട്ടുണ്ട്. പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്യൂ. ഹർഷനെന്നോ മറ്റോ ആണോന്നൊന്ന് അറിയാമോ? അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് ഒന്ന് ചെക്ക് ചെയ്യൂ പ്ലീസ്. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ. കുഞ്ഞേച്ചി, എന്താ? ആരാ ഈ ഹർഷൻ? ക്ഷമേ, ഞാൻ ആരെയാണോ അന്വേഷിച്ച് നടന്നത് അയാളാ എന്നെ ഇവിടെ കൊണ്ടുവന്ന്. എന്നെ ആക്സിഡന്റ് ആയ സ്ഥലത്ത് നിന്നും അയാൾ അയാളുടെ കാറിലേക്ക് എന്നെ കയറ്റുമ്പോ ഞാൻ അയാളുടെ മുഖം വ്യക്തമായിട്ട് കണ്ടത്. അത് ഹർഷൻ തന്നെയാ. കാർത്തിക സ്നേഹിച്ചിരുന്ന ആള്. കാർത്തിക ഈ ഹർഷനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് ചാടിപ്പോകുന്നത്. അല്ല കുഞ്ഞേച്ചി, ഇനി കുഞ്ഞേച്ചിക്ക് തോന്നിയതോ മറ്റോ ആണെങ്കിലോ? ഹർഷനെ കാർത്തികയ്ക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടി 24 മണിക്കൂറും അയാളുടെ ഫോട്ടോയും കൊണ്ട് ഓടുന്ന എനിക്ക് ഒറ്റ നോട്ടത്തിൽ അയാളെ തിരിച്ചറിയാൻ പറ്റും. ശരിയാ, നിങ്ങളെ കൊണ്ടുവന്ന ആളിന്റെ പേര് ഹർഷൻ എന്നാ. എന്നിട്ട് അയാളിപ്പോ പുറത്തുണ്ടോ? ഒന്ന് അയാളെ വിളിക്കൂ. അല്പം മുമ്പ് അയാൾ ഇവിടുന്ന് പോയി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാ പോകുമെന്ന് പറഞ്ഞാ അദ്ദേഹം ഇവിടെ ഇരുന്നിരുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം? ഈശ്വരൻ കൈവെള്ളയിലേക്ക് കൊണ്ടു തന്നതല്ലേ. ഈ ഓട്ടോ എല്ലാം ഓടിയത് എന്തിനാ ശ്യാമ? ഹർഷനെ കാർത്തികയ്ക്ക് മുന്നിൽ എത്തിക്കാൻ. എന്നിട്ട് എനിക്ക് എത്തിക്കാൻ പറ്റിയോ? ഭാഗ്യമില്ലാത്തവള ഞാൻ. വിഷ്ണുവേട്ടനെ എനിക്ക് നഷ്ടപ്പെടുത്തുന്നതും മറ്റാരുമല്ല, ഈ ഞാൻ തന്നെയാ. ഹർഷൻ തൊട്ടു മുന്നിൽ വന്നിട്ടും അയാളോട് സംസാരിക്കാൻ വിധി എന്നെ അനുവദിച്ചോ? ശ്യാമൻ, നമ്മൾ ഇനി എന്ത് ചെയ്യും? കുഞ്ഞേച്ചി സമാധാനമായിട്ടിരിക്കെ. ഇങ്ങനെ ആയിപ്പോയത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, വിധിയെന്ന്. ഞാൻ വിഷ്ണുവേട്ടനിലേക്ക് എത്രത്തോളം വേഗത്തിൽ അടുക്കാൻ ശ്രമിക്കുന്നു അത്രയും വേഗത്തിൽ വിഷ്ണുവേട്ടനെ ഇന്ന് അകറ്റിക്കൊണ്ടിരിക്കുക വിധി.
ഈ വിധി തടുക്കാനാവില്ല. ഇപ്പം സമയം എത്രയായി? 11 മണി. 12-നും 12:30 ഇടയിലല്ലേ വിവാഹമുഹൂർത്തം? അതെ. പിന്നെ എങ്ങനെയാ ഞാൻ സമാധാനപ്പെടുക? 1 മണിക്കൂറിനുള്ളിൽ എന്റെയും വിഷ്ണുവേട്ടന്റെയും നടുവിലേക്ക് ഒരാൾ കടന്നു വരും, കാർത്തിക. പിന്നെ സ്വാഭാവികമായും എന്റെ സ്ഥാനം അവക്ക്. അതകന്നകന്ന് വിഷ്ണുവേട്ടന്റെ മനസ്സും കഴിഞ്ഞ് വിഷ്ണുവേട്ടന്റെ ചിന്തയിൽ പോലും ഇല്ലാതാവും. കുഞ്ഞിച്ചി, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? വിഷ്ണുവേട്ടന്റെ മനസ്സിൽ നിന്ന് അങ്ങനെ എളുപ്പം മാറ്റാവുന്നതാണോ കുഞ്ഞിച്ചിയോടുള്ള ഇഷ്ടം? അതൊരു കാർത്തിക വന്നെന്നും പറഞ്ഞ് പെട്ടെന്നില്ലാതാവുന്നതാണോ? നീ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണെന്നറിയാം. കാർത്തികയ്ക്ക് തങ്ങാൻ ഒരിടം, അങ്ങനെ ഒരു യാചനയിലാ അവളാ വീട്ടിലേക്ക് വരുന്നത്. ഇന്ന് അവളാ വീട്ടിലെ മരുമകളുടെ സ്ഥാനത്താ നിൽക്കുന്നത്. വിഷ്ണുവേട്ടന്റെ മനസ്സിൽ അവളില്ലെങ്കിലും സത്യാമ്മയുടെ മനസ്സിൽ അവളുണ്ട്. സത്യാമ്മയിലൂടെ വിഷ്ണുവേട്ടന്റെ മനസ്സ് കീഴടക്കാൻ തന്ത്രശാലിയായ കാർത്തികയ്ക്ക് കഴിയില്ലെന്ന് നമുക്കറിയാം. പക്ഷേ അത് അവൾക്കറിയില്ല. കാരണം അവളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്റെ വിഷ്ണുവേട്ടൻ മാത്രം. എല്ലാം അവസാനിപ്പിക്കേണ്ടി വരിക. ഇനിയിപ്പോ എന്താ ചെയ്യാ? കുഞ്ഞിച്ചി, എനിക്ക് സഹിക്കാൻ വയ്യ. അതെ, നമ്മളിത് എവിടേക്കാ പോകുന്നത്? അർച്ചനങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് നമ്മളും പോകുന്നു. കാര്യങ്ങളെല്ലാം സംസാരിച്ച് അർച്ചനങ്ങളെയും കൂട്ടി കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്നു. കാർത്തി ആന്റി കൂട്ടിക്കൊണ്ടുപോകാൻ പറയുന്നു. കല്യാണം മുടങ്ങുന്നു. നമ്മൾ വിഷ്ണു അച്ഛനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. പറഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ എളുപ്പമായി അല്ലേ സത്യ? എന്തായാലും അമ്മ ഇപ്പോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടാവും. ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് നമ്മള് ഹർഷൻ അങ്കിളിന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന്. പിന്നാലെ അല്ല, പിന്നീ തന്നെ ഉണ്ടെന്ന് പറയാം. എന്റെ കൃഷ്ണ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ഇനിയുള്ളത് 55 മിനിറ്റാ. ഇതിനുള്ളിൽ ഹർഷനെ കണ്ടെത്തി സത്യാമ്മയ്ക്ക് മുന്നിൽ എത്തിക്കണമെങ്കിൽ എന്തെങ്കിലും മഹാത്ഭുതം സംഭവിക്കണം. മിറാക്കിൾ. അതിനൊട്ടും ചാൻസ് ഇല്ലാത്തതുകൊണ്ട് കണ്ണടച്ച് കിടക്കാം, എന്നിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പൊ കിട്ടിയ ആക്സിഡന്റ് വേസ്റ്റ് ആയി പോയെന്നും ഇതിലും ശക്തമായ രീതിയിൽ ഒരെണ്ണം ഉണ്ടാക്കി തരണേന്നും. ഭഗവാനല്ലേ എന്ത് നടത്തി തരും. ആ ഒരു വിശ്വാസത്തിലാ ഞാനും പറയുന്നത്. എന്ത് നടത്തി തരും, അതുപോലെ ഇതും നടത്തി തരും. ഒരു വഴി അത് അദ്ദേഹം തുറന്നു തരും. നിന്റെ ഫോണിൽ നിന്ന് എനിക്ക് കോള് വരുന്നത്. എന്റെ ഫോണ് പപ്പിമോളുടെ അടുത്താ. ഹലോ പപ്പിമോളെ. സത്യടമ്മേ, ഞങ്ങളിപ്പോ ആരുടെ കാറിലാ പൊയ്ക്കൊണ്ടിരിക്കുന്നറിയാവോ? കാറിലോ? കാറിലോ? അവരൊരു കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന്. കുഞ്ഞിച്ചി, ഞാനതിനവരെ പുറത്തിരുത്തിയിട്ടാണല്ലോ വന്നത്. മക്കളെ, നിങ്ങൾ ആരുടെ കാറിലാ? അമ്മേ, കാർത്തികേയന്റെ കല്യാണം കഴിക്കാടുന്ന അങ്കിളില്ലേ, ആ അങ്കിളിനെ ഹോസ്പിറ്റലിന്റെ വാതിക്ക് വെച്ച് ഞങ്ങൾ കണ്ടു. ഹർഷനെയോ? ആ അതെ അതെ, ഹർഷൻ അങ്കിളിനെ തന്നെ. ആ ഫോണിന്ന് തന്നെ. സത്യടമ്മേ, വിഷ്ണു അച്ഛന്റെയും കാർത്തികാന്റിയുടെയും കല്യാണം മുടക്കാൻ അങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ? ഞങ്ങൾ പറഞ്ഞു കൊണ്ടുവരാം. എന്തൊക്കെയാ മക്കളെ നിങ്ങളീ കാണിക്കുന്നത്? കല്യാണം മുടക്കാൻ വേണ്ടിയല്ലേ? സത്യടമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഞങ്ങളല്ലാതെ ആരെ ഇതൊക്കെ ചെയ്യാം? മക്കള് പെട്ടെന്ന് ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഇങ്ങിട്ടുക. ചേച്ചിയമ്മ വന്നോളാം. ശരി സത്യടമ്മേ, ദേ ഇപ്പൊ ഇടാം. ആ
കുഞ്ഞിച്ചി എന്താ കുഞ്ഞിച്ചി അവര് ആരുടെ കൂടെ കാറി പോകുന്നെന്നാ പറഞ്ഞേ? മോളെ, നീ പറഞ്ഞതുപോലെ കൃഷ്ണ ഭഗവാൻ കാത്തു. കുട്ടികള് ഹർഷനൊപ്പം കാറിലുണ്ട്. സത്യ ലൊക്കേഷൻ ഇട്ടു കൊടുത്തിട്ടുണ്ട്. സത്യയുടെ അമ്മ ഇപ്പൊ വരും. കല്യാണം മുടക്കാൻ എന്നേക്കാൾ മുമ്പ് എന്റെ മക്കളാ, അല്ല നമ്മുടെ മക്കളാ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കുഞ്ഞിച്ചി ഇത് എവിടെ പോവാ? നീ വീട്ടിലേക്ക് ചെല്ല്. ഞാൻ ഹർഷനെയും കുട്ടികളെയും കൂട്ടി കല്യാണ മണ്ഡപത്തിൽ വരും. 40 മിനിറ്റ്. ഈശ്വരന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ ഇത് 400 മിനിറ്റിന്റെ ഫലം ചെയ്യും. ഹർഷനെയും കൊണ്ട് ഞാൻ വന്നിരിക്കും. നീ വാ. കുഞ്ഞിച്ചി